ഇന്നലെ എനിക്ക് 8ൻ്റെ അല്ല 18ൻ്റെ പണിയെന്ന് വേണമെങ്കിൽ പറയാം അത് കിട്ടിയേ. എന്താണെന്ന് ഞാൻ കാര്യം വഴിയേ പറയാം. എല്ലാ ഞായറാഴ്ചയും അല്ലെങ്കിൽ ഇക്കായ്ക്ക് ലീവുള്ള സമയത്തൊക്കെ ഞങ്ങൾ പുറത്ത് പോവുകയോ ഫുഡ് കഴിക്കാൻ പോവുകയോ ഒക്കെ ചെയ്യുന്നൊരു പതിവുണ്ടേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നലെ പോയത് ഫുഡ് കഴിക്കാനാണേ. അപ്പം മക്കൾ മിറിണ്ടായും സെവനപ്പൊക്കെ എടുത്തു, വേണ്ടെന്ന് പറഞ്ഞിട്ടും സമ്മതിക്കത്തില്ല. പിന്നെ ഒരുവിധം ചെറുതൊരു കുപ്പി എടുത്തു കൊടുത്തു. ഞങ്ങളത് കളറ് വീഴുന്നത് ആ ഒരു പേപ്പറിൽ കളറ് പറ്റി പിടിക്കുന്നത് കാണിച്ചു കൊടുക്കുവാണേ, ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി. ഇതാണ് വയറ്റിലേക്ക് പോകുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കാണിക്കുവാണേ. അവരത്ഭുതത്തോടെ നോക്കുന്നൊക്കെയുണ്ട്. അത് ആ നോട്ടം കണ്ടില്ലേ. നമ്മൾ സത്യം പറഞ്ഞാൽ മക്കൾ എന്ത് കഴിക്കല്ല് എന്ന് ആഗ്രഹിക്കുന്നുവോ അതായിരിക്കും അവർക്ക് കഴിക്കാൻ ഏറ്റവും പ്രിയവും ഏറ്റവും ആഗ്രഹിക്കുന്നതും അവരത് കഴിക്കാനായിരിക്കും അല്ലേ, ശരിയല്ലേ? അങ്ങനെ ആ കളറൊക്കെ കാണിച്ചു കൊടുത്ത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടേ. പിന്നെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിരുന്നു. മക്കൾ അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഷവർമയാണ് ഇന്നലെ വാങ്ങിച്ചത്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റോ ആ ഒരു എന്താ പറയുക ആ സന്തോഷമോ ഒന്നും ഫീൽ ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് സത്യം. കാരണം എനിക്ക് നല്ല പല്ലുവേദനയായിരുന്നു. ആദ്യത്തെ ബൈറ്റ് വായിലേക്ക് വെച്ചപ്പോഴേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ചവയ്ക്കാൻ പറ്റുന്നില്ല, ഫുള്ള് വേദന തുടങ്ങി. പിന്നെ ഞാൻ ഒരുവിധം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതല്ലേ, ഇക്ക പറഞ്ഞു മര്യാദയ്ക്ക് കഴിച്ചു, നീ പിന്നെ എന്തിനാണ് വാങ്ങിയതെന്ന് ചോദിച്ചു. അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങനെയും കഴിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, ആ വേദന എന്ന് പറയുന്നത് പല്ലുവേദന ഇത്രയും അസഹനീയമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ആദ്യമായിട്ടാണ് ഇതുപോലെ പല്ലുവേദന വരുന്നത്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ 8ൻ്റെ അല്ല 18ൻ്റെ പണി കിട്ടിയെന്ന്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നല്ല ഫുഡ് വാങ്ങിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല ഫുഡ് ആഗ്രഹിച്ച് വാങ്ങിച്ചാലും വെറുതെ ചവറ് പോലെ കഴിക്കാം എന്നുള്ളതല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അതിൻ്റെ ആ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുകയില്ല. നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ ആ ഒരു വേദനയിലായിരിക്കും. അത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം ഞാൻ വെറുതെ എന്തൊക്കെയോ കഴിക്കുന്ന പോലെ ഇരുന്ന് വിശപ്പ് മാറാൻ വേണ്ടി ഇരുന്ന് കഴിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പം അതിനേക്കാളും വലിയ പണിയായിരുന്നു കിട്ടിയത്. കാരണം ആ ഒരു അറിയാതെ പോലും ആ ഭാഗമൊക്കെ നിന്ന് ചവച്ചിട്ട് ഭയങ്കര വേദനയായിരുന്നു. വേദനയെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. വെറുതെ പോയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അവരാഹാരം കഴിക്കുന്നതൊക്കെ കണ്ടപ്പം ഒരു സമാധാനമുണ്ട്. നമ്മൾ കഴിച്ചത് എന്തായാലും ആയിക്കോട്ടെ, അത് സാരമില്ല അല്ലേ. പല്ലുവേദനയൊക്കെ മാറിയിട്ടൊന്നുകൂടെയും പോകാം. മക്കളുടെയും അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷം അത് നമുക്ക് വലുതല്ലേ. അങ്ങനെ നമ്മൾ ഒരുവിധം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇതിൽ നിന്നും ഞാനൊരു പാഠം പഠിച്ചു. ശരീരത്തിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഇനി ഒരാഹാരവും കഴിക്കാൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക എൻജോയ്മെൻറ്റിനും പുറത്തേക്ക് പോകില്ല. വെറുതെ അത് വേസ്റ്റായ ഒരു സമയമായി പോകും എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ്